ഇന്ന് ഞാൻ വീണ്ടും ഒരു കഥ പറയാനാണ് ട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 7th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ട്ടോ. 2018 നവംബർ 25-ാം തീയതിയായിരുന്നു എൻ്റെ വെഡ്ഡിങ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അതുമായിട്ട് സംബന്ധിച്ചൊരു കാര്യം ഞാനിങ്ങനെ ചിന്തിച്ചത് ട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഏതാനും കഴിഞ്ഞപ്പോഴത്തേക്കും മലബാറിലുള്ള ഒരു അമ്മായി, മനുവേട്ടൻ്റെ അമ്മായിയാണ് മരിച്ചുപോയി. അപ്പം മനുവേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും മലബാറിന് പോകണം. അപ്പോൾ മലബാറിന്ന് അവർ പറയുന്നതാണ്, കണ്ണൂരെങ്ങാണ്ടോ ആണെന്ന് തോന്നുന്നു വീട് ട്ടോ. അപ്പോൾ പണ്ടുള്ളവർ അങ്ങനെയല്ലേ പറയുന്നത് മലബാറിന്ന്. അപ്പം അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞ ഇടയിലും എന്തുവാ പൊട്ടത്തരമൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി കാസർഗോഡ് പോയിട്ട് ഒരു 6 വർഷത്തോളം ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. 5.5 വർഷത്തോളം പഠിത്തം, പിന്നെ 1 വർഷത്തോളം ഹൗസ് സർജൻസി, 6.5 വർഷത്തോളം നമ്മൾ കുറച്ചൊക്കെ ലാഗ് ചെയ്തല്ലേ തീരെ. അപ്പോൾ 6.5 വർഷത്തോളം നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രെയിനിനെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ള ഒരു ഓവർ സ്മാർട്ട്നെസ്സും ഓവർ കോൺഫിഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. മനുവേട്ടന് അതില്ല. മനുവേട്ടൻ എപ്പോഴും പ്ലെയിൻ കയറി ഇങ്ങോട്ടാണ് വന്നത്, നൈറോബിക്ക്. അപ്പോൾ മനുവേട്ടന് അതൊന്നും അറിയില്ല. ഞാൻ ട്രെയിനിൻ്റെ ആപ്പ് എടുത്ത് അതൊക്കെ കണ്ടുപിടിച്ച്, എന്നിട്ട് ഈ ട്രെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ട്രെയിന് തിരുവല്ലയിലാണ് സ്റ്റേഷൻ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എനിക്ക് തോന്നുന്നത് തിരുവല്ലയിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ കുമ്പനാട്ടിനടുത്താണ്. അപ്പോൾ അവിടെ കൊണ്ട് അമ്മേനെ അച്ഛനെ കയറ്റി വിടുക. അപ്പോൾ മനുവേട്ടൻ പുറത്ത് നിൽക്കുക കേട്ടോ. ഞാൻ എന്തോ കാര്യം പറയാൻ വേണ്ടി അകത്ത് കയറി. അകത്ത് കയറിയിട്ട് ഞാൻ ട്രെയിൻ വിട്ട്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഹൊറിബിളായിട്ട് തോന്നും എനിക്ക്. ട്രെയിൻ വിട്ടു. അപ്പം മനുവേട്ടൻ എന്നോട് പറയുന്നുണ്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അടുത്തത് എനിക്ക് തോന്നുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി എങ്ങാണ്ടോ റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയി ഇറങ്ങിക്കോ, അവിടെ പോയി ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ട്രെയിനിൽ നിന്ന് ചാടി. എല്ലാവരും ആ TTRും പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. ചാവേണ്ടതായിരുന്നു. ജസ്റ്റ് എൻ്റെ ഇടയിട്ട് പോണതും അതിൻ്റെ ആ ഒരു ഇതിൽ പ്ലാറ്റ്ഫോമിൽ കിടന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ മനുവേട്ടൻ എന്നെ അവിടം തൊട്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ചീത്തവിളി അതായിരുന്നു. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് എന്നെ കുമ്പനാട് വരെ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്തേനെ, ഞാൻ നിന്നെ ട്രെയിനിൻ്റെ ഇടയിൽ ഉന്തിയിട്ട് കൊന്നാന്ന് പറഞ്ഞേനെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും പറയില്ല, ഇത്രയും പേര് കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ, നീ ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ. അപ്പം അമ്മയും അച്ഛനും പോയേക്കുമല്ലേ, കല്യാണം കഴിഞ്ഞ സമയമല്ലേ. അപ്പം അമ്മയും അച്ഛനും ഇല്ല, ഞങ്ങൾ രണ്ടിട്ട് മാത്രമേ ഉള്ളൂ വീട്ടിൽ. പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പശുവിനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ വൈക്കോൽ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിട്ടേക്കണേ. പക്ഷേ എൻ്റെ ദൈവമേ, വീണതിൻ്റെ ആ ബോഡി പെയിനും കൊണ്ട് ഞാൻ ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. കാലിൻ്റെ ഒരു ഇടത്തെ വശം ഏതാണ്ട് ഇടിച്ചാണ് വീഴുന്നത്. അപ്പോഴത്തേക്ക് ആ വേദന കൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പശുവിനെയൊക്കെ ഒരുവിധം നോക്കിയിട്ടോ. അപ്പുറത്തെ വീട്ടിലൊരു ബാസ് ചേട്ടനുണ്ട്. ആ ചേട്ടനോടൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ നോക്കി. പിന്നെ അതിപ്പോഴും എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. കാരണം ഇടയിട്ട് വേണേൽ ചാവണ്ടായിരുന്നു. കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു കഷ്ടകാല സമയമുണ്ട്. കല്യാണം, വീട് പണി, കുഞ്ഞുണ്ടാവണയൊക്കെ ഒരു കഷ്ടകാല സമയത്താണ്. അപ്പം അങ്ങനെ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവ കഥകളാണ്. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇനിയും പറയാം, ഇഷ്ടംപോലെ ഉണ്ട്.